ഇപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന ഡിഷിന്റെ പേര് എന്താണെന്ന് വെച്ചാൽ ചൈനീസ് ഡിഷാണ് സ്വീറ്റ് ആൻഡ് സോർ ചിക്കൻ. ഇത് നമ്മൾ സ്വീറ്റ് ആൻഡ് സോർ സൂപ്പ് കുടിക്കാറുണ്ട്. പക്ഷേ ഇതൊരു ഡിഷാണ് ചെയ്യാൻ പോകുന്നത്. അത് കൂടുതലും ചൈനീസിൻ്റെ ഡിഷസുമായിട്ട് കഴിക്കുന്നതിനാണ് കോമ്പിനേഷൻസ് കൂടുതൽ. പിന്നെ നമ്മുടെ രീതിയിലൊക്കെ കഴിക്കാൻ തോന്നുവാന്നുവെങ്കിൽ ചപ്പാത്തി ഈസ് എ ബെസ്റ്റ് കോമ്പിനേഷൻ. പിന്നെ നമ്മളെല്ലാവരും ദേശീയ പലഹാരം പൊറോട്ട എന്ന് പറയുന്ന സാധനത്തിനൂടെ കഴിക്കാൻ ഏതും പോവും, കുഴപ്പമില്ല. ഭട്ടൂര നല്ലതാ, നാൻ നല്ലതാ, ഇതെല്ലാം നല്ലതാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് എന്നാന്നോ, ഈ പറഞ്ഞ കൂട്ട് ഫ്രൈഡ് റൈസോ നൂഡിൽസോ ഇങ്ങനത്തെയൊക്കെ കോമ്പിനേഷൻസാണ് ഏറ്റവും നല്ലത്. ഇപ്പം ഇതിന് വേണ്ടി ചേരുവകൾ എന്നാന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് 1-2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ കയ്യിൽ ഉള്ളത് തന്നെയാണ്. ഇത് ചൈനയിൽ പോയേച്ചാൽ ഇന്ന പോലെ ആ ഫ്ലേവർ അതൊന്നും പറഞ്ഞ് പേടിക്കണ്ട. നമ്മളിവിടെ ഉള്ളപ്പോൾ ഒന്നും അതിനകത്തെ പറ്റി ടെൻഷനെ ആലോചിക്കേണ്ട. ഇനിയിപ്പോൾ എന്നാന്ന് വെച്ചാൽ അതിന് വേണ്ടി സാധനങ്ങൾ എന്നാക്കി വേണ്ടെന്നുള്ളത് എഴുതിയെടുത്തേച്ചാൽ മതി. ഇവിടെ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ബ്രൗൺ ഷുഗർ ആണ്. ഈ ബ്രൗൺ ഷുഗർ എന്ന് പറയുമ്പോൾ ഇത് കിട്ടിയില്ല, ഇപ്പം എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. പക്ഷെ സപ്പോസ് കിട്ടിയില്ല എന്ന് വെച്ചോളൂ, നമുക്ക് ഇതിനകത്ത് ഒരു ശകലം ശർക്കര ഇട്ടേച്ചാൽ മതി. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി പഞ്ചസാര. പിന്നെ ഉള്ളത് ഇത് ആപ്പിൾ സിഡ വിനീഗറാണ്. ഇതില്ലെങ്കിൽ നമ്മുടെ സാദാ വിനീഗർ ചേർത്താൽ മതി. ഇത് ടൊമാറ്റോ കെച്ചപ്പ്. പിന്നെ വേണ്ടിയത് സോയാ സോസ്. കുറച്ച് വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക. പിന്നെ ഒരു ഇച്ചിരി ഉപ്പ് മതിയോ, ഒത്തിരി ഉപ്പ് വേണ്ട. ഇത് ഇത് ഉണ്ടാക്കാനുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒന്നെങ്കിൽ ഒലീവ് ഓയിലോ എന്നതേലാണ് ചെയ്യുന്നത്. പക്ഷെ ഇതൊന്നും നമ്മുടെ വീടുകളിൽ ഇല്ലെങ്കിൽ സാധാ വെജിറ്റബിൾ ഓയിൽ മാത്രം മതി. അതല്ലാതെ വെളിച്ചെണ്ണ എടുക്കല്ലേ. ഇനി എന്നാന്നറിയാവോ, വേണ്ടിയത് കുറച്ച് കോൺഫ്ലവർ, പിന്നെ ഇച്ചിരി മൈദായ. ചിക്കൻ ഇവിടെ മുറിച്ചേക്കുന്നതേ നല്ല സ്ട്രിപ്പായിട്ടാണ് മുറിച്ചേക്കുന്നത്, നീളത്തിൽ. ഇതിപ്പോൾ ഞാൻ നേരം ഇല്ലാത്തതുകൊണ്ട് എന്നാ ചെയ്ത് 2 മുട്ട എടുത്ത് അടിച്ച് വെച്ചേക്കുവാന്നേ. പിന്നെ ഇതിനകത്ത് വേണ്ടിയത് ക്യാപ്സിക്കം. ഗ്രീൻ ക്യാപ്സിക്കം വേണം, റെഡ് ക്യാപ്സിക്കം വേണം. പിന്നെ വേണ്ടിയത് കുറച്ച് പൈനാപ്പിൾ, പിന്നെ കുറച്ച് ഉള്ളി. ഇത് വെള്ള ഉള്ളി അല്ലേ, അതാണ് എടുത്തേക്കുന്നത്. ഇതെല്ലാം എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ ഉള്ളി ആണെങ്കിലും അതും മതി. പിന്നെ ഇതെല്ലാം മുറിക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ചതുരത്തിലായിട്ട് മുറിക്കണേ, അല്ലാതെ നീളത്തിൽ മുറിച്ചേക്കല്ല. ഫസ്റ്റ് നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സോസ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒത്തിരി വേണ്ട, നമുക്ക് വേണ്ടിയത് മാത്രം ചേർത്ത് പോവുക. പിന്നെ സോസ് പോരാന്ന് തോന്നുവാണെങ്കിൽ ഈ പറഞ്ഞ കൂട്ട് ഒന്നുകൂടെ ചേർത്തേച്ചാൽ മതി. ഫസ്റ്റ് കുറച്ച് ബ്രൗൺ ഷുഗർ, ഒരു 3/4 ടീസ്പൂൺ വെച്ചോ. അതേപോലെ തന്നെ സാദാ പഞ്ചസാര ഇടുക. ഒരു ഫുൾ ടീസ്പൂണായിട്ട് നമ്മൾ ഏത് സ്പൂണാണ് എടുക്കുന്നതോ ആ സ്പൂണിന് കണക്കാക്കി നമ്മൾ വിനീഗർ എടുക്കണം. ആപ്പിൾ സിഡാർ വിനീഗർ ആണെങ്കിൽ ഇപ്പോൾ 1 സ്പൂൺ ആപ്പിൾ സിഡാർ വിനീഗർ എടുക്കുവാന്നേൽ സാദാ വിനീഗർ ആണെങ്കിൽ 1/2 എടുത്തേച്ചാൽ മതി. പിന്നെ വേണ്ടിയത് കെച്ചപ്പ്. അതൊരു 4 സ്പൂൺ. ഏത് സ്പൂണാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ആ സ്പൂണിന് 4 സ്പൂൺ. പിന്നെ അതേപോലെ തന്നെ സോയാ സോസ്. ഡാർക്ക് സോയാ സോസ് ഉണ്ട്, ലൈറ്റ് സോയാ സോസ് ഉണ്ട്. ലൈറ്റ് സോയാ സോസ് ആണെന്നു എങ്കിൽ നമ്മൾ ഈ സെയിം അളവ് തന്നെ എടുക്കുക. ഡാർക്ക് ആണെങ്കിൽ 2 സ്പൂൺ, ഏത് സ്പൂണിനാണെങ്കിലും. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി കംപ്ലീറ്റ്. 1 കിലോ ചിക്കൻ ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, 1.5 ടീസ്പൂൺ വെളുത്തുള്ളിയാണ്. ഇതിനെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതാണ് നമ്മൾ ചേർക്കാനുള്ള സോസ്. അതിവിടെ ഇരിക്കട്ടെ ഫസ്റ്റ്. സെക്കൻഡ് ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കോൺ സ്റ്റാർച്ച് 2 സ്പൂൺ എടുക്കുവാന്നേൽ മൈദ 1 സ്പൂൺ, അങ്ങനെ കണക്കാക്കി എടുക്കണം. അപ്പോൾ ഫസ്റ്റ് കോൺഫ്ലവർ ഒരു പാത്രത്തിലേക്ക് ഇടണം. ഇത് രണ്ടും നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തേച്ച് ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ, നമ്മുടെ ചിക്കനില്ലേ, വേണമെങ്കിൽ മസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൊടിയേൽ, അതായത് നമ്മൾ ഈ ഇട്ടേക്കുന്ന മൈദായും കോൺഫ്ലവറും ഇല്ലേ, അതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പിട്ടൊന്ന് സീസൺ ചെയ്തോളൂ. അല്ലെങ്കിൽ ഒരു പച്ചമാവിൻ്റെ ഇത് വരണ്ട, അതുകൊണ്ട് ഇച്ചിരി ഇട്ടോ.
അന്നേച്ച് ഈ ചിക്കൻ എടുത്തേച്ച് ഓരോന്നായിട്ടും ഇതിനകത്ത് ഇങ്ങനെ ഡസ്റ്റ് ചെയ്തെടുക്കണം. ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാതെ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു കവർ എടുക്കുക, ഒരു സിപ്ലോക്ക് ബാഗ് എടുക്കുക, ഈ കോൺഫ്ലവർ അതിനകത്തോട്ട് തട്ടുക, എന്നുവെച്ചാൽ ഈ ചിക്കൻ നല്ലതായിട്ടൊന്ന് ഡസ്റ്റ് ചെയ്ത് ഇങ്ങനെ എടുത്തേച്ചാൽ മതി. ഇത് മെനക്കേടാവും. ഓരോന്നായിട്ടൊക്കെ നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നേരം ഒരുപാടാവും. അതിലും ഭേദം ഈ പറഞ്ഞ കൂട്ട് ഒരു സിപ്ലോക്ക് ബാഗിലോ അല്ലെങ്കിൽ സാധാ ഒരു കവറായാലും മതി, അതിനകത്തോട്ട് ഇത്രയും ഈ പൊടി അങ്ങോട്ട് ഇട്ടേച്ച് ഫുള്ളും കോട്ട് ചെയ്ത് ഇങ്ങനെ എടുത്താൽ മതി. ഇതേപോലെ എല്ലാം പെരട്ടിയെടുക്കുക. ഏറ്റവും എളുപ്പം എന്നാണെന്നറിയോ, സിപ്ലോക്ക് ബാഗിനകത്തോട്ട് ഇട്ടെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി അതേപോലെ ഒന്നുകൂടെ 2 സ്പൂൺ കോൺഫ്ലവറും 1 സ്പൂൺ മൈദയും നേരത്തെ ഇച്ചിരി ഉപ്പിട്ട പോലെ ഇച്ചിരി ഉപ്പും കൂടി ഇട്ടേച്ച് ഇത് ഇങ്ങനെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് വെച്ചേക്കുക. എന്നിട്ട് എന്നാ ചെയ്യണമെന്നറിയാവോ, നമ്മൾ ഈ പൊടി ഇട്ട് വെച്ചേക്കുന്ന ആ ഒരു ചിക്കനില്ലേ, പൊടി ഫുൾ ഡസ്റ്റ് ചെയ്ത് വെച്ചേക്കുവാ ഈ ചിക്കനകത്തോട്ട്. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മുട്ടയിലൊന്ന് മുക്കുക. മുട്ടയിൽ മുക്കിയേച്ച് തിരിച്ച് സെയിം ബാക്ക് ടു ദ ഫ്ലോർ. ഇനി നമ്മൾ ഫസ്റ്റ് പൊടി ഈ കംപ്ലീറ്റ് പൊടിയും നമ്മുടെ ചിക്കനേൽ ഡസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ, നമ്മൾ എണ്ണ നല്ലതായിട്ടൊന്ന് ചൂടാക്കി വെച്ചാൽ അടുത്ത പരിപാടി തുടങ്ങി വെച്ചാൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് അങ്ങ് പോയി പോവും. നമ്മുടെ ചിക്കൻ വറുത്തെടുക്കാനായിട്ടുള്ള എണ്ണ വേണേ. ഇപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും എല്ലാം എങ്ങനെയാണെന്ന്. അപ്പോൾ ആ നല്ലതായിട്ട് ഇത്രയും എണ്ണ ഒഴിക്കണോ ഇത്രയും വഴറ്റിയെടുക്കാൻ, അങ്ങനെയല്ല. ഫസ്റ്റ് ചിക്കൻ കംപ്ലീറ്റ് ഇനിയിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുട്ടയിൽ മുക്കിയേച്ച് തിരിച്ച് മാവിലോട്ട് മുക്കി വറുത്തെടുക്കുക വേണ്ട. ഇത് എന്നാത്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ട് വരുവേ. നമ്മൾ മറ്റേ സാധാരണ ചിക്കൻ വറുക്കുമ്പോഴത്തേക്ക് കുറച്ചൊരു എന്നാ പറയുക, ആ ക്രിസ്പിനെസ് അങ്ങ് പോവുകയല്ലേ. ഇത് ക്രിസ്പിനെസ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ കൂടുതൽ ചേർത്തേച്ച് നമ്മൾ മൈദ കുറയ്ക്കുന്നത്. ഇനിയിപ്പോൾ എന്നാ, നമ്മുടെ വീട്ടിൽ കോൺഫ്ലവർ എപ്പോഴും ഇല്ലയെന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ അരിപ്പൊടി എന്തായാലും കാണുമല്ലോ. പക്ഷെ അത് പുട്ടിൻ്റെ പൊടിയല്ല എടുക്കേണ്ടത്, നമ്മുടെ അപ്പത്തിന് പൊടിച്ചു വെക്കുന്ന മാവ് അരിപ്പൊടി വേണം എടുക്കാൻ. അത് ഈ പറഞ്ഞ കൂട്ട് തിരിച്ച് ചെയ്യണം. പക്ഷേ 2 മൈദയും 1 അരിപ്പൊടി ഇടാവുള്ളൂ. അപ്പോഴത്തേക്കും ചിക്കൻ നമുക്ക് വേണ്ടിയ ഒരു ക്രിസ്പിനെസ് കിട്ടും. പക്ഷേ കോൺഫ്ലവറോളം ക്രിസ്പിനെസ് കിട്ടത്തില്ല. ഇങ്ങനെ ചെയ്തേച്ചാലും മതി. ഇതിലേതായാലും ടെൻഷനൊന്നുമില്ല. ഇനി എണ്ണ നല്ല ചൂടായി കഴിഞ്ഞാൽ എന്നാ ചെയ്യണമെന്നറിയാവോ, നമ്മുടെ ചിക്കൻ എടുത്തേച്ച് ഫസ്റ്റ് മുട്ടയിലൊന്ന് മുക്കുക. അതിൽ പൊടി മുക്കി വെച്ചേക്ക് വന്നു. അന്നേച്ച് ഒന്നുകൂടെ നമ്മൾ ഈ പൊടിയിലോട്ട് ഇങ്ങനെ ഇടുക, ഡയറക്റ്റ് എണ്ണയിലേക്ക്. ഇതേപോലെ എല്ലാം ഇത് ഇങ്ങനെ കോട്ട് ചെയ്ത് വെക്കുന്നതുകൊണ്ട് എന്നാ ഗുണമെന്നറിയാവോ, ചിക്കനകത്തെ വെള്ളം മുഴുവൻ നമ്മുടെ കോൺഫ്ലവറിൽ പിടിക്കും. അവസാനം നമ്മൾ ചിക്കനെ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോഴത്തേക്ക് അത് നല്ല സ്റ്റിഫായിട്ടായിരിക്കുന്നത്. നല്ല ക്രിസ്പി ബ്രൗൺ ആയിട്ട് വറുത്തെടുക്കണേ. ഇതേപോലെ എല്ലാം. ഇത് ഏറ്റവും എളുപ്പമായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അധികം നേരം പോവുകയില്ല. പക്ഷെ പിന്നെ ഈ ഒരു മെനക്കേടേ ഉള്ളൂ. 2 പ്രാവശ്യം ഡസ്റ്റ് ചെയ്ത് പൊടിയേൽ മുക്കിയേച്ച് പിന്നെ മുട്ടയെ മുക്കി പിന്നെ പൊടിയെ മുക്കി ആ ഒരു പ്രയാസം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പക്ഷേ ബാക്കിയെല്ലാം ഭയങ്കര എളുപ്പമാണ്. ഇനി എളുപ്പത്തിൽ അഥവാ നമുക്ക് ഈ ഡിഷ് ഒന്ന് തീർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബ്രേക്ക് കഴിഞ്ഞ് വന്നാൽ ഞാനിത് വറുത്ത് വെക്കാം. ഒരു ബ്രേക്ക് പാം. വെൽക്കം ബാക്ക് ടു ആനീസ് കിച്ചൺ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആ സോസ് ആ ചിക്കൻ ഈ ബ്രൗൺ ആണ്, നോക്കി കണ്ടോ. ഒരു കേക്കിൻ്റെ
ചിക്കൻ്റെയൊക്കെ ഒരു ബ്രൗൺ അല്ലേ, മേളിലൊരു ബ്രൗൺ എഫക്റ്റ്, താഴെ ഒരു യെല്ലോ, അങ്ങനത്തെ ഒരു കളറിൽ വറുത്തെടുത്തേച്ചാൽ മതി. ഇനി നെക്സ്റ്റ് ആ പാത്രം കഴുകണ്ട. ചിലപ്പോൾ ഒത്തിരി മൈദായും കോൺഫ്ലവറും ഒക്കെ ചേർന്നിട്ട് ചിലപ്പോൾ എണ്ണയൊന്നും ഇച്ചിരി മൊരിഞ്ഞു വന്നെന്നിരിക്കും. അപ്പോൾ എന്നാന്ന് വെച്ചാൽ തീ അങ്ങോട്ട് ഓഫ് ചെയ്തേച്ച് കുറച്ച് നേരം അതൊന്ന് അടിയാൻ വെച്ചേച്ചാൽ മേളിൽ നിന്ന് എണ്ണ അങ്ങോട്ട് എടുത്തേച്ചാൽ മതി. എന്നിട്ട് ആ സെയിം പാൻ തന്നെ ഉപയോഗിക്കുക. അതായത് ആ മൂത്ത മാവെല്ലാം ഒന്ന് മാറ്റിയേച്ച് നല്ല എണ്ണ തെളിയിച്ചൊഴിച്ചേച്ച് ആ പാനിൽ തന്നെ നമുക്ക് ബാക്കി ചെയ്താൽ മതി. ഇത് അതേപോലെ ഞാൻ ചെയ്തു വെച്ചേക്കുക. ഞാൻ ഈ പറഞ്ഞ കൂട് തന്നെ ആ മൈദയുടെയും കോൺഫ്ലവറിൻ്റെയും ഒക്കെ ആ മുരിവ് ആ എണ്ണയിലുണ്ടായിരുന്നു. അതെല്ലാം നീറ്റാക്കിയതിന് ശേഷം അതേ പാനിൽ ആ എണ്ണ തന്നെ ഇച്ചിരി തെളിച്ചെടുത്ത് ഒഴിച്ച് വെച്ചേക്കുക. ഇനി എന്നാന്ന് പറഞ്ഞാൽ എളുപ്പ വഴിയാണ്. നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും. ഇതിനൊന്നും അളവില്ല. ഒരു ഉള്ളിയെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഉള്ളി ഇട്ടേച്ചാൽ മതി. എല്ലാം പക്ഷേ ഈ സ്ക്വയർ ആയിട്ട് തന്നെ മുറിക്കണേ. ഉള്ളിയൊക്കെ ഒരു ഇച്ചിരി എന്നാ പറയുക ഉണ്ടെങ്കിൽ ഈ നമ്മൾ ഇടുന്ന വെജിറ്റബിൾസ് ഇടുന്ന എന്തോരം ഉണ്ടോ അതിൻ്റെ അനുസരിച്ചിരിക്കും അതിൻ്റെ ക്വാണ്ടിറ്റി കൂടുന്നത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹോട്ടൽസിലൊക്കെ പോയി കഴിഞ്ഞാൽ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഈ ക്യാപ്സിക്കവും ഈ ഉള്ളിയും ഒക്കെ ആയിരിക്കും. ചിക്കനൊക്കെ ഒരു ഇച്ചിരി കുറവായിരിക്കും. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക. പക്ഷേ വീട്ടിലുണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്യരുത്. ഇതൊക്കെ കുറച്ചേച്ച് നമ്മൾ മാക്സിമം ചിക്കൻ കൂട്ടാൻ ശ്രമിച്ചു. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ക്യാപ്സിക്കം ഇടുക, റെഡ് ക്യാപ്സിക്കം ഇടുക. ഇനി ഇടുന്നത് പൈനാപ്പിളാണ്. നല്ല പഴുത്ത പൈനാപ്പിൾ വേണം ഇടാൻ. എൻ്റെ കയ്യിൽ അത്രയും വലിയ പഴുത്തതല്ല, എന്നാൽ ഒരു ഇച്ചിരി മധുരം അതിനുള്ളേ. അതുകൊണ്ട് എനിക്കാണെങ്കിൽ പഴുത്ത് ഇട്ടാലാന്ന് കുറച്ച് ടേസ്റ്റ് കൂടുതൽ വരുന്നത്. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടിയേച്ചാൽ മതി. ഞാൻ ഉദ്ദേശിച്ച അത്രയും പഴുപ്പമുള്ള ഒരു പൈനാപ്പിൾ എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം ഇടുക. അഥവാ സപ്പോസ് ഇത് ഞാൻ ഇങ്ങനെ അരിയാൻ കാര്യം എന്നാന്ന് വെച്ചാൽ ഉള്ളിയും ക്യാപ്സിക്കും ആ ഒരു ഷേപ്പിന് അരിഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഇതും ഞാൻ അങ്ങനെ അരിഞ്ഞേ. ഇതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് കിട്ടിയ കൂട്ട പൈനാപ്പിൾ കുറച്ച് എന്നാ പറയുക മധുരം ഇല്ലാത്തതൊക്കെ കിട്ടുവാണ്, അധികം പഴുക്കാത്തതൊക്കെ കിട്ടുവാന്നേല. അതിനെ കുറച്ചുകൂടെ കുഞ്ഞായിട്ട് അരിയുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഇട്ടതാ. മറ്റേ അങ്ങനെയല്ല, നമ്മൾ കുറച്ച് കുഞ്ഞായിട്ട് അരിഞ്ഞാൽ ആ ഫ്ലേവർ കുറച്ചുകൂടെ നല്ലതായിട്ട് അതിനോട്ട് ഇറങ്ങും. ഇതൊരു ഇച്ചിരി ഹൈ ഫ്ലെയിമേൽ നല്ലതായിട്ടൊന്ന് വാടിക്കോട്ടെ. എന്നാൽ അതിൻ്റെ ആ ക്രിസ്പിനെസ് പോവാൻ പാടില്ല. ഒരു ഇച്ചിരി മൊരു വരികയും വേണം. ഇതിനകത്ത് എരിവ് ഒത്തിരി കാണത്തില്ല. ഇത് സ്വീറ്റും സോറുമാണ്. അന്നേരം അങ്ങനത്തെ ഒരു കറിയാണ്. പിന്നെ ആണെങ്കിൽ ഭയങ്കര എരിവൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് എങ്കിൽ ഈ കറിക്ക് അങ്ങനെ ആ പേര് വന്നത് അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഈ മലയാളികൾക്ക് ബേസിക്കലി കുറച്ച് എരിവ് കൂടുതൽ ഇഷ്ടമുള്ള കൂട്ടത്തില്ല. അങ്ങനെ ആണെങ്കിൽ മാത്രം കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് ഇട്ടേച്ചാൽ മതി. അതല്ലാതെ വേറെ ഒന്നും ഇടരുത്. പിന്നെ അഥവാ റെഡ് ചില്ലി ഫ്ലേക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചമുളക് അരിഞ്ഞിടാം. നത്തിങ് മോർ. അല്ലാതെ ഇപ്പോൾ മുളക് പൊടി ഇടുകയോ അങ്ങനെ ഒന്നും ചെയ്യരുത്. ഏറ്റവും ഞാൻ നല്ലതായിട്ട് പറയുന്നത് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ്. ഇതിനകത്ത് കുരുമുളക് വേണ്ട, അങ്ങനത്തെ ഒന്നും ഇടരുത്. ഇല്ല എനിക്ക് ഈ കുരുമുളകിൻ്റെ ഫ്ലേവറാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് ചിടുവാണെങ്കിൽ അതിൻ്റെ ആ ടേസ്റ്റേ മാറിപ്പോവേ. ഓരോ ഡിഷിനും അതിൻ്റെതായ ടേസ്റ്റ് ഇല്ലായോ, അന്നേരം അതിൻ്റെ ആ ഒരു എന്നാ പറയുക ആ രുചി അങ്ങ് കളയല്ലേ. അതായത് ഇതിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് നമ്മൾ ഇട്ടേക്കുന്ന പൈനാപ്പിളൊക്കെ ഒരു ഇച്ചിരി കാരമലൈസ്ഡ് ആവണം, അത്രയും. ഇനി ഈ നമ്മുടെ ഈ ഇട്ടിരിക്കുന്ന വെജിറ്റബിൾസിനകത്ത് ആ ഫ്ലേവർ കുറച്ചൊന്ന് ഇറങ്ങണം എന്ന് നമുക്ക് തോന്നുവാന്നില്ല, ഒരു ഇച്ചിരി ഇതേപോലെ ആ സോസ് ഒന്ന് ഒഴിച്ചു കൊടുത്തേക്ക്. ഒരുപാട് വേണ്ട, കുറച്ച്. അപ്പോൾ ആ ബ്രൗൺ ഷുഗറും നമ്മുടെ സാദാ ഷുഗറിൻ്റെയും ഒന്ന് ആ ചൂടൊക്കെ ഒന്ന് തട്ടിക്കഴിയുമ്പോൾ അത് കുറച്ചൊന്ന് കാരമലൈസ് ആയി വരും. പിന്നെ പൈനാപ്പിളിനൊക്കെ ഉള്ള ഗുണം എന്നാണെന്നറിയാമോ, നമ്മൾ എന്നതേലും ഒരു ഫ്ലേവർ, ഒരു സോസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ചിക്കൻ സ്റ്റോക്ക് ആയിക്കോട്ടെ, എന്നാ ഒഴിച്ചാലും പെട്ടെന്ന് അത് അതിൻ്റെ ആ ഫ്ലേവർ പെട്ടെന്ന് വലിച്ചെടുക്കാൻ നമ്മുടെ പൈനാപ്പിളിന് പറ്റും. അപ്പോൾ ഈ സോസിൻ്റെ കംപ്ലീറ്റ് ഫ്ലേവറും നമ്മുടെ പൈനാപ്പിളിനകത്തോട്ട് വരും. അപ്പോൾ ഇതിനെ എന്നാ ചെയ്യുന്നത്, ഇച്ചിരി നേരം അത് അതിനകത്തൊന്ന് കിടന്നേച്ച് അത് കംപ്ലീറ്റ് ആ ഫ്ലേവർ നമ്മുടെ വെജിറ്റബിൾസിനകത്തൊന്ന് പിടിക്കുന്ന ഒരു നേരം കൊടുക്കണേ. പക്ഷെ ഇതെല്ലാം ചെയ്യുന്നത് ഹൈ ഫ്ലെയിമിലായിരിക്കണം. പിന്നെ ഗാർണിഷ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത്
മല്ലിയില അധികം ഇടണ്ട. ഇതിനകത്ത് ഏറ്റവും നല്ലത് സ്പ്രിംഗ് ഒണിയൻസ് ഇടുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ല ഫ്ലേവറും നല്ല മണവും വരുന്നതും. അല്ലെങ്കിൽ ഗാർണിഷിങ് ഉപയോഗിക്കുന്നത് അത് തന്നെയാണ് കേട്ടോ. ഇത് ഞാൻ ഇന്ന് ഇടുകയല്ല, കാര്യം എൻ്റെ ഫ്രിഡ്ജിനകത്ത് ഇതൊന്നുമില്ല. പിന്നെ ഇതെല്ലാം നമ്മുടെയൊക്കെ വീട്ടിൽ ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമേ ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റൗവിനകത്തൊക്കെ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ അധികം ഹൈ ആവുകയില്ല ഫ്ലെയിമൊക്കെ. അതുകൊണ്ട് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒത്തിരി അങ്ങ് എന്നാ പറയുക തീ കുറയ്ക്കാനോ അല്ലെങ്കിൽ ഈ വെള്ളം വറ്റാനോ ഒക്കെ ആയിട്ട് എന്തോരം വലിയ അടുപ്പ് ആ വലിയ അടുപ്പിലാണ് വെക്കുന്നത് അത്രയും വലിയ അടുപ്പിൽ ഹൈ ഫ്ലെയിമേ തന്നെ വെച്ചേക്കണം. ഒട്ടും തിരി താത്ത് കൊടുത്തേക്കല്ല. അങ്ങനെ തിരി താത്ത് പോയാൽ എന്നാ ചെയ്യുന്നറിയോ, ഈ വെജിറ്റബിൾസ് എല്ലാം അങ്ങ് വെന്തു പോവും. വെജിറ്റബിൾസും വെന്തു പോവും. പിന്നെ ആന്നേലും നമ്മൾ ചിക്കൻ ആണെങ്കിൽ കുറച്ച് ക്രിസ്പി ആയിട്ട് വറുത്ത് വെച്ചേക്കുക. ആ ക്രിസ്പിനെസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് അതങ്ങ് ഹൈ ഫ്ലെയിമേൽ വറുത്തെടുക്കുന്ന ഏറ്റവും നല്ലത്. അതായത് നമ്മുടെ സോസും എല്ലാം കൂടെ സോട്ട് ചെയ്തെടുക്കുന്നത് ഏറ്റവും നല്ലത് അങ്ങനെ. ഇനി അതല്ല, ഒരു ഓപ്ഷനും കൂടെ തരാം. നമുക്കിനി ചിക്കനകത്ത് എല്ലാവരും കഴിക്കണ്ടേ ഈ പറഞ്ഞ കൂട്ട്. നമ്മളൊരു പുതിയ ഡിഷ് കഴിക്കുമ്പോൾ വയസ്സെന്നവരൊക്കെ പറയും, ഓ മക്കളെ എനിക്ക് തിന്നാൻ നോക്കിയാൽ അത് ഭയങ്കര വറുത്ത് മൊരിഞ്ഞിരിക്കുന്നതല്ലേ, എനിക്ക് കഴിക്കാനൊന്നും മേല എന്നൊക്കെ ചില അച്ഛന്മാരൊക്കെ പറയാറുണ്ട്. ഇപ്പം ഞാൻ ചെയ്യുന്ന കാര്യം എന്നാന്ന് വെച്ചാൽ ചെറിയ ഫ്ലെയിമേ വെച്ചേച്ച് ചിക്കൻ ഇപ്പോൾ വറുത്ത് വെച്ചേക്കുക. ഈ ചിക്കനകത്തോട്ട് ഈ സോസ് എല്ലാം കൂടെ ചേർത്തേച്ച് കുറച്ച് നേരം സിമ്മിലിടും. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവും. ഇപ്പം ഞാനിപ്പോൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്നറിയാവോ, നമ്മളിപ്പോൾ എല്ലാവരെയും കരുതുന്നതുകൊണ്ട് ഞാൻ ഇപ്പം ഈ പറഞ്ഞ കൂട്ട് ചെറിയ സിമ്മേൽ ഇനി ആ ചിക്കൻ അങ്ങോട്ട് ഇട്ടേച്ച് ആ സോസ് ഒഴിക്കും. കാര്യം എല്ലാ ഫ്ലേവറും ഇതിനകത്തോട്ടും വരണം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ബാച്ചിലർ ലൈഫും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കൂട്ട് ഇത് ഇങ്ങനെ ഇടുക, ഈ സോസ് ഒന്ന് ഒഴിക്കുക, നല്ല ഹൈ ഫ്ലെയിമിൽ ടോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള രീതിയിലായതുകൊണ്ട് സോസ് നല്ലതായിട്ട് ഒഴിച്ച് ആ ചിക്കനേലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കും. ഇതിനി കടയിൽ നിന്നൊക്കെ കിട്ടുവാണെങ്കിൽ ഒരു ഇച്ചിരി റെഡിഷ് കളറും കൂടെ കാണും. അതെന്നാന്നുള്ളത് അറിയാമല്ലോ. അത് നമുക്കിവിടെ എന്തായാലും വേണ്ട. ഇനി ഇതെന്നാന്ന് വെച്ചാൽ ഈ സോസ് കംപ്ലീറ്റ് നമ്മുടെ ചിക്കനേലും ഒന്ന് പിടിക്കണം. ചിക്കനകത്തൊന്നും നമ്മൾ സീസൺ ചെയ്തിട്ടില്ല, ഉള്ളി ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ഫ്ലേവേഴ്സ്, അതാ സോസിൻ്റെ എല്ലാ ഫ്ലേവേഴ്സും നമ്മുടെ ചിക്കനേലും കൂടെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വീറ്റ് ആൻഡ് സോ ചിക്കൻ ഇസ് റെഡി. ഇതിൻ്റെ കൂടെ അടച്ചിടുന്ന സമയത്ത് കുറച്ച് സ്പ്രിംഗ് ഓണിയൻസ്, അതായത് ഉള്ളിത്തണ്ടും കൂടെ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലേവറും മണവും ഒക്കെ കിട്ടുമ്പോൾ റിയൽ ഒരു ചൈനീസ് ഫ്ലേവർ ഉണ്ടാവും. പിന്നെ ഇതിനകത്ത് അജ്നോമോട്ടോ എന്ന് പറയുന്ന സാധനം ഞാൻ ഇടുകയല്ല, പക്ഷെ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ അതിനെ ഒരു ചെറുതായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. പഞ്ചസാരയൊക്കെ നമുക്ക് ദേഹത്തിന് ദോഷമില്ലാത്ത കാര്യമാണ്. പക്ഷെ അജ്നോമോട്ടോ ഒന്നും ഇട്ടേച്ചാൽ ഞാൻ ആനീസ് കിച്ചൻ്റെ പ്രേക്ഷകരെ ചീത്തയാക്കുകയല്ല, ഞാനും ചീത്തയാവുകയല്ല. അപ്പോൾ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ വേറെ പണിയൊന്നുമില്ല. കഴിഞ്ഞില്ലേ, കംപ്ലീറ്റ് നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് ചെയ്യുന്ന എല്ലാ റെസിപ്പീസും ഭയങ്കര എളുപ്പമാണ്, എന്നാൽ സ്പെഷ്യൽ ഡിഷസുമാണ്. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയാണ്, സ്വീറ്റ് ആൻഡ് സോ ചിക്കൻ. ഞാൻ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പോകുന്നത് നൂഡിൽസ് ആണ്, വെജിറ്റബിൾ നൂഡിൽസ്. അതും കൂടെ ചിക്കൻ ആക്കി കഴിഞ്ഞാൽ കൊള്ളുകയില്ല. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ നാടൻ നമുക്ക് ഇഷ്ടമുള്ള കറി, ഇത് ഏറ്റവും നല്ലത് സ്റ്റാർട്ടറായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇതിന് കുറച്ച് സോസി ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സോസ് ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് കോൺഫ്ലവർ കലക്കി ഒഴിച്ചാലും കുറച്ചൊരു സോസി എഫക്റ്റ് കിട്ടും. ഏത് നമ്മുടെ ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്താൽ മതി.